أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتبنون بكل ريع آية تعبثون وتتخذون مصانع لعلكم تخلدون وإذا بطشتم جبارين. الله العظيم. അശ്ശുഅറാ 128, 9, 130. അത്തബ്നൂന, നിങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ? ബനായബ്നു, ബിനാ കെട്ടിടമാണ്. ബനായബ്നു കെട്ടിടം നിർമ്മിച്ചു എന്നാണ് സാധാരണ അതിൻ്റെ അർത്ഥം. നിർമ്മിച്ചു എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. ബികുല്ലി രീഇൻ, എല്ലാ ഉയർന്ന അഥവാ എല്ലാ പീഠഭൂമികളിലും, ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തിന് ആണ് അത് പറയാം രീഅ് എന്നത്. ആയത്തൻ, ആയത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ അടയാളം, കണ്ടാൽ മനസ്സിലാകുന്നത് എന്നാണ്. അതിനാണ് നമ്മളിപ്പോൾ സ്മാരക സൗധം എന്നങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ ദൂരെ നിന്ന് കണ്ടാൽ പ്രൗഢിയും പത്രാസും ഒക്കെ മനസ്സിലാകുന്ന സ്മാരകങ്ങൾ അല്ലെങ്കിൽ കാഴ്ച കെട്ടിടങ്ങൾ എന്നൊക്കെ അർത്ഥം. തഅബസൂൻ, വെറുതെ ചെയ്യുന്നവരായിട്ട് അഥവാ പ്രയോജനമില്ലാതെ. തഅബസൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാതെ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അഥവാ അത്തബ്നൂന തഅബസൂൻ, ആവശ്യമില്ലാതെ നിർമ്മിക്കുകയാണോ എന്നർത്ഥം. വതത്തഖിദൂന, നിങ്ങൾ സ്വീകരിക്കുന്നു അഥവാ നിർമ്മിക്കുന്നു. മസാനിഅ, കെട്ടിടങ്ങളെ. മസ്നഅ ഫാക്ടറിക്ക് പറയും എന്നതുപോലെ വലിയ കെട്ടിടങ്ങൾക്കും പറയും. ലഅല്ലക്കും, നിങ്ങളാകുമെന്ന പ്രതീക്ഷയിൽ. തഖ്ലുദൂൻ, നിത്യവാസികൾ, സ്ഥിരമായി വസിക്കുന്നവർ ആകുമെന്ന പ്രതീക്ഷയിൽ എന്നർത്ഥം. വൈദാ ബതഷ്തും, നിങ്ങൾ പിടികൂടുമ്പോൾ. ബതഷ എന്ന് പറഞ്ഞാൽ പിടികൂടി അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വൈദാ ബതഷ്തും, നിങ്ങൾ പിടികൂടുമ്പോൾ. ബതഷ്തും ജബ്ബാരീൻ, നിങ്ങൾ ക്രൂരന്മാരായിട്ട് അല്ലെങ്കിൽ നിഷ്ഠൂരന്മാരായിട്ട് അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളായി പിടികൂടുന്നു അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുന്നു. ആ ജനതയെ, ആദ് ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൂദ അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങളാണ്. അവരുടെ അഹങ്കാരത്തിൻ്റെ അടിത്തറ, അവരുടെ ശക്തി, കായബലം, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ശേഷി, അവരുടെ സൈനിക കരുത്ത്, ആയുധ കരുത്ത്, ഇതൊക്കെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ മറന്നും നീതിയും നന്മയും പരിഗണിക്കാതെ അക്രമവും അനീതിയും ക്രൂരതകളും നിഷ്ഠൂരതകളുമൊക്കെ പ്രവർത്തിക്കുന്ന ജനതയായിരുന്നു ആദ് സമൂഹം എന്നർത്ഥം. സൂറത്തുൽ ഫജ്റിൽ ഇറമദാത്തിൽ ഇമാദ്, തൂണുകളുള്ള ഇറം എന്നാണ് പറയുക. ഇറം എന്ന് പറയുന്നത് ആദ് ഗോത്രത്തിൻ്റെ മറ്റൊരു പേരാണ്. എന്തായാലും അവർ ചെയ്തിരുന്ന പണികളിലൊന്ന്, അതൊക്കെ നമുക്ക് വേഗം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ സ്മാരകങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഡൽഹിയിലും ആഗ്രയിലും ഒക്കെ ചെന്നാൽ കാണുന്നത് അതാണല്ലോ. ഭാര്യയുടെ ശവകുടീരം സ്മാരകമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് അത്രയും വലിയ ചെലവ് വഹിച്ച് ഖജനാവിലെ പണം ചെലവാക്കി ഉണ്ടാക്കിയ ആ ശവകുടീരത്തിൻ്റെ, താജ്മഹലിൻ്റെ പ്രയോജനം എന്താണ്? വെറുമൊരായത്ത് അഥവാ ഒരു കാഴ്ചപ്പണ്ടം. അതിലപ്പുറം എന്തെങ്കിലും ആവശ്യത്തിനുള്ള കെട്ടിടമാണ്. ഇങ്ങനെ ഒന്നല്ല, ഒരുപാടുണ്ട്.
ഒരു പ്രയോജനവുമില്ലാതെ ഉണ്ടാക്കിയിട്ട ആളുകൾക്ക് നോക്കി നിൽക്കാൻ തോന്നുന്ന കാഴ്ചപ്പണ്ടങ്ങളായ കെട്ടിടങ്ങൾ. കെട്ടിടം നിർമ്മിക്കുക എന്ന് പറയുന്നത് ആവശ്യത്തിനാണെങ്കിൽ സ്വന്തം നിലയിൽ അതൊരു കുറ്റകരമായ കാര്യമല്ല. യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ഓഫീസ് സമുച്ചയങ്ങൾ, ആശുപത്രികൾ, മറ്റ് വിദ്യാലയങ്ങൾ, മാർക്കറ്റുകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി മനുഷ്യൻ്റെ ആവശ്യത്തിന് ആൾ കൂടുമ്പോൾ സ്പേസ് ഉപയോഗം കുറയ്ക്കാൻ പറ്റും ഉയരത്തിലേക്ക് കെട്ടിയാൽ. അങ്ങനെയൊക്കെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല ഈ ആയത്ത്. ഒരാവശ്യവുമില്ലാതെ, അത് ചിലപ്പോൾ ഒരു ഖബറായിരിക്കും, ഒരു യൂണിവേഴ്സിറ്റിയുടെ വലിപ്പമുണ്ടാകും, പല സ്ഥലങ്ങളിലും കാണാം, ഒരു ഖബറാണ്. അല്ലെങ്കിൽ മകളുടെ ഖബർ, ഉമ്മയുടെ ഖബർ, ഭാര്യയുടെ ഖബർ, ഒക്കെ ഓരോ മഹാസ്ഥാപനങ്ങൾ നടത്താൻ മാത്രം വലിപ്പമുള്ള കെട്ടിടങ്ങൾ നമ്മുടെ രാജ്യത്തും കാണാം, മറ്റ് രാജ്യങ്ങളിലും കാണാം. ഒരു പ്രയോജനമില്ലാതെ വേസ്റ്റ്, പത്രാസ് കാണിക്കാൻ വേണ്ടി കാഴ്ചപ്പണ്ടങ്ങളായി ഉണ്ടാക്കിയിട്ടിട്ടുള്ള ബിൽഡിങ്ങുകൾ ഇക്കാലത്തുമുണ്ട്. അക്കാലത്താണത് തുടങ്ങിയത് എന്നർത്ഥം. പിന്നെ വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ നിങ്ങളുടെ വൻ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളിവിടെ എന്നും പാർക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ പുതിയ വീട് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ചോദിച്ചത് ഹദീസിലുണ്ട്, പിന്നെ എന്നും ഇവിടെ താമസിക്കുന്നതാണോ വിചാരം എന്നതുപോലെ കാലാകാലം ഇവിടെ വസിക്കാനാണ് എന്ന നിലയിലാണ് ഈ നേരത്തെ പറഞ്ഞ ആവശ്യമില്ലാത്ത കെട്ടിടങ്ങളും ഇനി ഒരു വേള ആവശ്യമുള്ള കെട്ടിടങ്ങളും ആവശ്യത്തിനല്ല ഉണ്ടാക്കുക, പകരം അവരുടെ വിചാരം ഞങ്ങൾ എന്നും ഇവിടെ ജീവിച്ചിരിക്കും എന്നാണ്. അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുകയാണോ? അപ്പം അതിൽ രണ്ട് സംഗതികൾ വന്നു. അതിലൊന്ന് അവരുടെ ധൂർത്ത് ദുർവ്യയം, വിഭവങ്ങൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, അതാണ് ധൂർത്ത് ദുർവ്യയം എന്ന് പറയുന്നത്. യഅ്കുലൂന തുറാസ അക്ലൽ ലമ്മ, സമ്പത്ത് അന്യായമായി ലക്കും ലഗാനവുമില്ലാതെ തിന്ന് നശിപ്പിക്കുന്നു. ഇക്കാലത്തും അത് തന്നെയാണ് പ്രശ്നം. ഞങ്ങളാണ് അവസാനത്തെ തലമുറ എന്ന്, ഇനിയൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെന്നുള്ള യാതൊരു ബോധവുമില്ലാതെയാണ് പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ ചൂഷണം ചെയ്യുകയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് അവരുടെ അഹങ്കാരത്തിൻ്റെയും അവരുടെ താന്തോന്നിത്തത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. അതുപോലെ അവരുടെ പരലോക നിഷേധത്തിൻ്റെ അടയാളമാണ് ലഅല്ലക്കും തഖ്ലുദൂൻ എന്നതിന് സൂചിപ്പിക്കുന്നത്. അഥവാ ഞങ്ങൾ എന്നും ഇവിടെ ഉണ്ടാകും, ഞങ്ങൾക്ക് മരിക്കാനും പരലോകത്ത് ചെല്ലാനും അള്ളാഹിനെ കണ്ടുമുട്ടാനൊന്നും ആ ജാതി ബോധമൊന്നുമില്ല, അതുകൊണ്ട് എന്നും ഇവിടെ സുഖിക്കും എന്ന വിചാരമാണ്. സൂറത്തുൽ കഹ്ഫിലെ പണക്കാരൻ മാ അദുന്നു സാഅത ഖായിമത്തൻ, അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ. വൈദാ ബതഷ്തും ജബ്ബാരീൻ, ഇവർ ശക്തരാണ്. അവർ ചെറിയ സമൂഹങ്ങളെ, ചെറിയ ഗോത്രങ്ങളെ, പാവങ്ങളെ ഒക്കെ ഇവരുടെ ഇംഗിതങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് എതിര് നിന്നതിൻ്റെ പേരിൽ പിടികൂടും. ആ പിടികൂടുന്നവനോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ, താല്പര്യങ്ങൾക്ക് അല്ല, അത് പരമാവധി ചവിട്ടി അരക്കുക എന്നതാണ്. ആധുനിക ലോകത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ശക്തിയുള്ള രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ, വൻശക്തികൾ, അമേരിക്ക പോലെയുള്ള ഇപ്പോഴും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധം നിൽക്കുന്ന ആരും തീവ്രവാദിയും ഭീകരവാദിയും നശിപ്പിക്കപ്പെടേണ്ടവനുമാകും. അവിടെ നിരപരാധികളാണെന്നോ ചെയ്യുന്നത് അക്രമമാണെന്നോ എന്നൊന്നുമുള്ള നോട്ടമില്ല. ഇസ്രായേൽ പലസ്തീനിൽ കാണിച്ചു കൂട്ടുന്നത് ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ചവിട്ടി അരക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ശക്തി പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പിടികൂടുമ്പോൾ ജബ്ബാരീങ്ങളായിട്ടാണ്, അഥവാ മഹാനിഷ്ഠൂരന്മാരായിട്ടാണ്. ആളുകൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ തർക്കമോ വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോലും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ ആധുനിക കാലത്ത് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമിക്കുമ്പോൾ പാടുള്ളത്, പാടില്ലാത്തത്, ഇങ്ങനെയൊക്കെ. അതൊന്നും
അങ്ങനെ അതൊന്നുമില്ലാതെ ഇതൊക്കെ നടക്കുന്നുമുണ്ട്. എന്നിട്ട് ചിലപ്പോൾ അത് കൈ അബദ്ധമാണെന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കും. ഇങ്ങനെയൊക്കെ നിയമം മറികടക്കാൻ ശക്തി ഉപയോഗിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ പരിഷ്കൃത ലോകത്ത് മാനവരാശി ഒരുപാട് വളർന്ന ശേഷവും ഇതിനൊന്നും ഒരു കുറവുമില്ലെങ്കിൽ, അതൊന്നുമില്ലാത്ത ആ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആലോചിച്ചാൽ മതി. അവർക്കെതിരുള്ള ആളുകളെ വളരെ ക്രൂരമായി പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുക, അങ്ങനെ അവരുടെ ധൂർത്തും ദുർവ്യയവും അവരുടെ അള്ളാഹുവിനോടുള്ള ധിക്കാരവും അവരുടെ പരലോക നിഷേധവും, അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിതം ആസ്വദിക്കണമെന്ന ചിന്താഗതിയും, അതുപോലെ പാവങ്ങളായ ആളുകളോട്, ദുർബലരായ മനുഷ്യരോട് അവർ കാണിച്ചിരുന്ന ക്രൂരതയും ഒക്കെ ചോദ്യം ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഹൂദ് അലൈഹിസ്സലാം ചെയ്യുന്നത് ആണ് ഈ വരികളിൽ, ഈ വാചകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് അതിവർ ചെയ്യേണ്ടത് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത ആയത്തുകളിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.